സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ശേഷിക്കുന്നത് 181 കോടി രൂപ മാത്രമാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. SDRFൽ 120 കോടി രൂപ ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ ഇളവ് നൽകണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. വയനാടിന് വേണ്ടി മാനദണ്ഡങ്ങൾ ഇളവ് ചെയ്ത് കൂടെ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചു. വയനാട് കേസ് ജനുവരി 10 മാറ്റുകയും ചെയ്തു. ബിനിലാണ് വിവരങ്ങളുമായുള്ളത്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കേരളത്തിന് അർഹമായ സഹായം കിട്ടുന്നില്ല എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും നമ്മൾ അറിയേണ്ട കാര്യമാണ്. എന്താണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത്? അഭിലാഷ്, ഹൈക്കോടതി ഈ വയനാട് കേസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്ര സംസ്ഥാന തർക്കത്തിൽ ഒരു മധ്യസ്ഥന്റെ റോളിലാണ് ഹൈക്കോടതി ഉള്ളത്. അതായത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം അതിൽ ഈ പരമാവധി സഹായം വയനാട്ടിലെ ജനങ്ങൾക്ക് എത്രയും വേഗം എത്തിക്കാൻ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് കോടതി നോക്കുന്നത്. അതുകൊണ്ട് കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിനോട് ഈ മാനദണ്ഡങ്ങളിൽ നിങ്ങൾക്ക് ഇളവ് ചെയ്തുകൂടെ എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ അവരുടെ SDRF ഫണ്ടിന്റെ പൂർണ്ണമായ കണക്കിന്ന് കോടതി മുമ്പാകെ ഹാജരാക്കി. 700 കോടി രൂപയാണ് നമ്മുടെ SDRF ഫണ്ടിലുള്ളത്. പക്ഷേ അത് കണക്ക് കടലാസിൽ മാത്രമുള്ളതാണ് ഈ 700 കോടി എന്നത്. അതിൽ 120 കോടി രൂപ ഒരു ഫണ്ടിൽ ഉണ്ട്. മറ്റൊന്ന് 61 കോടിയാണ്. ഈ 61ഉം 120ഉം ചേർത്താൽ 181 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ മറ്റ് ആവശ്യങ്ങളില്ലാതെ ചെലവഴിക്കാൻ കഴിയുന്നത്. ആ 181 കോടി രൂപ വയനാടിന് വേണ്ടി അടിയന്തരമായി ചെലവഴിക്കണം. ഇതാണ് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കേന്ദ്ര മാനദണ്ഡങ്ങളിൽ ചില ഇളവുകൾ വേണ്ടിവരും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. നമ്മൾ SDRFൽ വലിയ കണക്കുകളൊക്കെ കേട്ടു, 700, 750 കോടി എന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ആ കണക്കൊന്നും ആ പണമൊന്നും നമ്മുടെ SDRFൽ ഇല്ല. വെറും 181 കോടി രൂപ മാത്രമാണ് അടിയന്തരമായി നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നതായിട്ടുള്ളത്. അത് നമ്മൾ ഇനി ഈ വയനാട് മാത്രമല്ല, ഇനി ഏത് ദിവസവും ഉണ്ടാകുന്ന മറ്റ് ദുരന്തങ്ങളെ കൂടി പരിഗണിക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളതുകൊണ്ട് അതിനുകൂടി ചെലവഴിക്കേണ്ട പണമടക്കമാണ് ഈ 181 കോടി എന്നുള്ളത്. കേന്ദ്ര സർക്കാരിനോട് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ചോദ്യം എന്തൊക്കെയാണ്? അതായത് ഈ തുക നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് മാറ്റിവെക്കാൻ വേണ്ടി പറ്റുന്നില്ല, കേന്ദ്രത്തിന് സഹായം ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ സംസ്ഥാന സർക്കാർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്രത്തോട് ഹൈക്കോടതി എന്തു പറയുന്നു? മാർഷലെ, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു മുട്ടാപ്പോക്ക് എന്ന് പറയുന്നത് നമ്മുടെ SDRFൽ 700 കോടിയോളം രൂപ ഇരിക്കുകയാണ്. ആ 700 കോടി രൂപ വച്ചുകൊണ്ട് നിങ്ങൾ ആ പണം ചെലവഴിക്കാതെ കേന്ദ്രത്തോട് കൂടുതൽ സഹായം ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥം എന്ത് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ചോദ്യം. അതുകൊണ്ടാണ് കോടതി ആ 700 കോടിയോളം രൂപയിൽ എത്ര രൂപ ഇപ്പോൾ അടിയന്തരമായി ചെലവഴിക്കാനുള്ള രീതിയിലുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിനോട് കണക്ക് ഹാജരാക്കാൻ പറഞ്ഞു. ആ കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് വെറും 181 കോടിയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി കേന്ദ്ര സഹായത്തിലേക്ക് പോകേണ്ടി വരും. കോടതി ഇന്ന് കൃത്യമായി കേന്ദ്രത്തോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, വയനാടിന് വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തേണ്ടതുണ്ട്. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നതാണ്. കാരണം ഈ 181ൽ 120 കോടി രൂപ ചെലവഴിക്കണമെങ്കിൽ ഈ SDRF നോംസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 6 മാസം കഴിഞ്ഞു ആ ദുരന്തം നടന്നിട്ട്. അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇനിയും വൈകിക്കൂടാ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം എടുക്കണമെന്നതാണ് കേന്ദ്രത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. നേരത്തെ, അതായത് 2016-17 കാലഘട്ടത്തിലെ എയർ ലിഫ്റ്റിംഗ് ചാർജായി 132 കോടി രൂപ നമ്മുടെ സഹായത്തിൽ കേന്ദ്ര സർക്കാർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അത് ഇപ്പോഴെന്തിനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. 6 വർഷം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ 2016-17 കാലഘട്ടത്തിലെ 132 കോടി രൂപ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്തിനാണ് എന്ന ചോദ്യവും കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ജനുവരി 10 ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. അപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുമോ ഇല്ലയോ എന്ന കാര്യം കേന്ദ്ര സർക്കാരിന് കോടതിയെ അറിയിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. മനുഷ്യത്വപരമായ സമീപനം കേരളത്തോട് കാണിച്ചുകൂടെ എന്ന ചോദ്യം ഉയരുമ്പോൾ അത് കേന്ദ്ര സർക്കാരും ആലോചിക്കേണ്ട കാര്യമാണ്. എയർ ലിഫ്റ്റിങ്ങിന് സാധാരണ മനുഷ്യരെ രക്ഷിച്ചതിനുള്ള പൈസ പോലും എടുത്ത കേന്ദ്രത്തെ സംബന്ധിച്ച് കേരളം എന്താ ഇന്ത്യയിലല്ല എന്ന് പ്രിയങ്ക ഗാന്ധി അടക്കം പാർലമെന്റിൽ ചോദിച്ച വിഷയമാണ്. കേരളവും ഇന്ത്യയിലാണ്. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ള അവകാശം കേരളീയർക്കുമുണ്ട്. കേന്ദ്ര സർക്കാർ അത് മറക്കാതിരുന്നാൽ വളരെ നല്ലത്. ഫെഡറൽ വ്യവസ്ഥയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദയെങ്കിലും ഇക്കാര്യത്തിൽ കേരളത്തോട് കേന്ദ്രം കാണിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത്രേ ഇപ്പോൾ പറ്റൂ.